എന്റെ അഭിപ്രായത്തിലേ ഞാൻ ഇന്നലെ ഈ കുറെ റീൽസ് കണ്ടിട്ട് ഞാൻ ഉറങ്ങി. എനിക്ക് എന്താ വെച്ചാൽ നമ്മൾ ഈ സ്വപ്നം എങ്ങനെ കാണില്ല, ഉറക്കത്തിന്റെ മുമ്പ് നമ്മൾ എന്താണ് കുറെ ആലോചിച്ചത്, അതാണ് നമ്മൾ സ്വപ്നത്തിൽ വരിക. ഇന്നലെ ഞാൻ എന്തൊക്കെ ഉറക്കത്ത് കാണണേ, ഞാനും പിന്നെ എന്റെ ചങ്ങായി ഡിച്ചൂസും അൽത്താഫും കൂടി ഞങ്ങൾ മൂന്നാളൊരു പീരങ്കി ആയിട്ടൊക്കെ പോയിട്ട് മറ്റേ പാർലമെന്റ് ഒക്കെ പൊട്ടിക്കുന്നത്. എടാ അതൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. ഇന്ത്യന്റെ മറ്റേ ഡെമോക്രസിന്റെ ആ ബുക്ക്, പാർലമെന്റ്, ഹൈക്കോർട്ട് ഒക്കെ കത്തിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താ, ഈ ജൻസികൾ പ്രൊട്ടസ്റ്റിന് ഇറങ്ങി അങ്ങനെ പ്രശ്നം ഉണ്ടാ. മറ്റേ ബാക്കിയുള്ള വലിയ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടികളെ മക്കളൊക്കെ ആയിരിക്കും, ഇവർക്ക് എന്താ ആലോചിക്കാനേ. അങ്ങോട്ട് അടിച്ചു കഴിഞ്ഞ നേപ്പാളിലെ മറ്റേ ഇവിടെ കണ്ടില്ലേ, പാർലമെന്റിന്റെ മുമ്പിൽ ആ മറ്റേ പ്രധാനമന്ത്രി ഇരിക്കുന്ന അവിടെ മൂത്രയിക്കുന്നത്, ഓരോരുത്തർ ഹിസ് അടിക്കുന്നത്, അങ്ങനത്തെ പല പല സീന് വരാണ്ടാ. പോയി പങ്കെടുക്കടാ. ഞാൻ ഒരാഴ്ച കൂടി കേട്ടെ, ഇതൊന്ന് മാറട്ടാ. അത് നല്ലപോലെ ഇരിക്കാൻ തന്നെ കഴിയില്ല, അടിയിൽ സ്പോഞ്ച് വെച്ചാണ്ടിരിക്കുന്നത് അറിയോ. എല്ലിന് പ്രശ്നമാടാ. കളിക്കാൻ പോലും ഒരു കളിച്ചിട്ട് എത്ര കാലമായി അറിയോ. എന്തായാലും സാധനം തീരാഞ്ഞാൽ മതിയേനെ. അങ്ങനല്ല, സംഭവം സക്സസ് ആവടാ. രാജ്യതലസ്ഥാനം വലിയ തരത്തിലുള്ള പ്രക്ഷോഭത്തിലൂടെ പോകുന്നത്. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ജൻസികൾ അതായത് യൂത്ത് ഈ നീറ്റുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വലിയ തരത്തിലുള്ള പ്രക്ഷോഭത്തിലൂടെ പോകുന്നു. മാത്രമല്ല അതിന് പിന്തുണയുമായി രാഹുൽ ഗാന്ധിയും, ഇതുവരെ രാഹുൽ ഗാന്ധിയുടെ പിന്തുണ ഉണ്ടായിരുന്നില്ല, പക്ഷേ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഇന്ത്യ മുന്നണിയും പാടെ ചേരുമ്പോൾ അത് വലിയ തരത്തിലോട്ടുള്ള ഒരു നീക്കമായി, ഒരു മേ ബി റെവല്യൂഷൻ എന്ന് വരെ പറയാൻ പറ്റുന്ന രീതിയിലോട്ട് കാര്യങ്ങളെല്ലാം നീങ്ങുന്നു. പക്ഷെ അതേ സമയത്ത് തന്നെ പല ബ്ലോഗർമാരും ഈ പറഞ്ഞ പോലെ ഇന്നലെയൊക്കെ ഞാൻ രാത്രി സ്ക്രോൾ ചെയ്തപ്പോൾ ഒരുപാട് വ്ളോഗ് കണ്ടു. അതിൽ പറയുന്നത് ഈ പറഞ്ഞ പോലെ ഡൽഹിയിൽ സമരത്തിനോട് പോകുമ്പോൾ, പ്രൊട്ടസ്റ്റിന് പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ കീപ്പ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു വ്ളോഗാക്കി എടുത്തെങ്ങാണ്ട് ഫുഡ് കരുതണം, അത് ന്യൂഡിൽസാണ് ഏറ്റവും നല്ലത്, അതാകുമ്പോൾ കുക്ക് ചെയ്യാൻ എളുപ്പമാണ്, വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല, പിന്നെ ഒരു ഷെൽട്ടർ, അവിടെ കൊതുക് ഒരുപാട് കൂടുതലാണ്, നമ്മൾ കിടക്കാൻ വേണ്ടിയിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു മാറ്റാണ് ഏറ്റവും നല്ലത്. ഇതിന് വെറും 400 രൂപയുള്ളൂ. നിങ്ങൾക്ക് ഇപ്പോൾ അത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആമസോണും ഫ്ലിപ്കാർട്ടിലൊക്കെ ലഭ്യമാണ്, ഏറ്റവും പെട്ടെന്ന് ലഭിക്കും. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാമാണ് ഇപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. അവരൊക്കെ ഇതൊരു ഫണ്ണായിട്ട് അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട്, ഒരു എന്താ പറയുക, കളിതമാശയായിട്ട് മാത്രം കാണുന്ന ഒരു ഇതാണ്. മറുവശത്ത് ഈ പറഞ്ഞ പോലെ ഒരുപാട് കുട്ടികൾ അവരുടെ ജീവിതത്തിൻ്റെ പ്രശ്നമായിട്ട്, ജീവിതത്തിൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് കാണുന്നത്. കാരണം ഒരുപാട് പഠിച്ചിട്ട് ആ എക്സാം എഴുതുമ്പം ആ എക്സാമിൻ്റെ പേപ്പറുകൾ ലീക്കായി പോകുന്നു, അവരുടെ ഭാവി തന്നെ ഇല്ലാണ്ടാവുന്നു. പല കുട്ടികളും ആത്മഹത്യ ചെയ്യുന്നു. പല അച്ഛന്മാരും അവിടെ വന്ന് പറയുന്നത്, എൻ്റെ കുട്ടിയോ മരിച്ചു, ബാക്കിയുള്ളവരുടെ കുട്ടികളെ മരണത്തിന് ഞാൻ വിട്ടുകൊടുക്കില്ല, അതിൻ്റെ ഭാഗമായിട്ട് ഞാനിവിടെ വരുന്നതെന്ന് പറഞ്ഞ ഒരു പ്രക്ഷോഭത്തിൽ ഏർപ്പെടുന്നത്. അതേ സമയത്ത് നല്ലൊരു ശതമാനം യുവാക്കൾ ഈ പറഞ്ഞ പോലെ ഇതൊരു എൻ്റർടൈൻമെൻ്റ് ആയി കാണുന്നു. എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഇത് വ്ളോഗർമാർ യഥാർത്ഥത്തിൽ വേണ്ടാത്ത അനാവശ്യമായിട്ടുള്ള പല അഭിപ്രായങ്ങളും പറയുന്നവർ യഥാർത്ഥത്തിൽ CJPയുടെ നല്ല ലക്ഷ്യത്തോടെയുള്ള ഈ ഒരു സമരത്തെ പൊളിക്കുകയാണ് അവർ യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ചിലവർ തമാശയുടെ പേരിലാണെങ്കിലും അല്ലെങ്കിലും മോദിയുടെ വായിൽ മൂത്രമൊഴിക്കണം, മോദിയെ കൊല്ലണം, പാർലമെന്റ് മന്ദിരം കത്തിക്കണം, ഹൈക്കോർട്ട് കത്തിക്കണം, ഡെമോക്രസിയുടെ പുസ്തകം, അതായത് ഭരണഘടന കത്തിച്ചു കളയണം, ഇതിനെയൊക്കെ ഒന്നും നമുക്ക് തമാശ രൂപത്തിൽ മാത്രം എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇപ്പം നൂഡിൽസിൻ്റെ കാര്യം, ഏത് ഭക്ഷണം അവിടെ കൊണ്ടുപോകണം, അതൊക്കെ ഓക്കെ, കുഴപ്പമില്ല, അവിടെ പോയി നമുക്ക് പാട്ട് പാടാം, അല്ലെങ്കിൽ നല്ല ചിക്സ് ഉണ്ടാവും, ചിക്സിനെ വായി നോക്കാം, ഇതൊക്കെ നമ്മളെല്ലാവരും പറയുന്ന സ്വാഭാവികമായിട്ടുള്ള തമാശകളാണ്. പക്ഷേ ഇന്ത്യൻ പാർലമെൻറ്റ് കത്തിക്കണം, ഹൈക്കോടതി കത്തിക്കണം, അല്ലെങ്കിൽ മോദിയെ കൊന്നുകളയണം എന്ന് പറയുന്നത് തമാശയായിട്ട് കരുതാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം ഇത് കാണുന്ന നിരവധിയായിട്ടുള്ള റീൽസിൽ അഡിക്റ്റഡ് ആണ് നിരവധിയായിട്ടുള്ള ആളുകൾ. ഇത്തരം വ്ളോഗർമാർ, വിവരമില്ലാത്ത വിവരദോഷികളായിട്ടുള്ള ഇത്തരം നിരവധി വ്ളോഗർമാർ നയിക്കേണ്ട സമരമല്ല യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ നയിക്കേണ്ട സമരം. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാര്യപ്രാപ്തിയുള്ള ആളുകൾ നയിക്കേണ്ട സമരമാണ്. CJP കൃത്യമായിട്ട് ചെയ്യുന്നത് അതാണ്. അവർ മുമ്പോട്ട് വെച്ചിരിക്കുന്ന ആവശ്യവും അതുതന്നെയാണ്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക, ചോദ്യപേപ്പർ ലീക്കുമായി ബന്ധപ്പെട്ടിട്ട് ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ തുറങ്കലിലടക്കുക, കുട്ടികൾക്ക്, മരിച്ച കുടുംബങ്ങൾക്ക് 2 കോടിയോളം രൂപ അവരുടെ കുടുംബത്തിന് നൽകുക, വീട്ടുകാർക്ക് നൽകുക, ഇതൊക്കെയാണ് അവരുടെ ആവശ്യം. ഈ ആവശ്യങ്ങൾക്കൊപ്പമാണ് നമ്മളെല്ലാവരും. പക്ഷേ ഇതിനെ തുരങ്കം വെക്കാനായിട്ട് BJPക്ക് വളമിട്ട് കൊടുക്കുകയാണ് ഇത്തരത്തിലുള്ള വ്ളോഗർമാർ. അതുകൊണ്ട് തന്നെ ഇവരെയൊക്കെ ഇപ്പം പഞ്ഞിക്കിടാനായിട്ട് സംഘപരിവാറിന് വലിയൊരു സംഘം കാത്തിരിക്കുകയാണ്. കാരണം നീ എങ്ങനെയാണ് ഞങ്ങളുടെ നാട്ടിൻ്റെ, ഞങ്ങളാണ് ഏറ്റവും വലിയ രാജ്യസ്നേഹികളെന്നാണ് അവർ പറയുന്നത്. അവർ നീ എങ്ങനെയാണ് ഞങ്ങളുടെ ഈ ഭരണഘടന അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ ഹൈക്കോടതി മോദിയെ കൊല്ലും എന്നൊക്കെ എങ്ങനെ പറഞ്ഞുകൊണ്ട് അവർക്ക് യഥാർത്ഥത്തിൽ വളമിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം വളരെ കാര്യപ്രാപ്തിയോട് കൂടിയിട്ട്, സീരിയസോട് കൂടിയിട്ട് ഈ വിഷയത്തിൽ എന്തെങ്കിലും ഒരു പ്രതികരണം നടത്തുക എന്ന് പറയുന്നതാണ് ഇത്തരത്തിലുള്ള വ്ളോഗർമാരോട് ചെയ്യാനുള്ളത്. കാരണം അല്ലെങ്കിൽ നിങ്ങൾ BJPയെ വളർത്തുകയാണ്, നിങ്ങൾ കാര്യപ്രാപ്തിയായ രീതിയിലുള്ള അഭിപ്രായം പറഞ്ഞിട്ടില്ലെങ്കിൽ. ഇപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തിട്ടുണ്ടായി, ഈ CJPയുടെ സ്പോക്സ് പേഴ്സൺ, പേര് ഞാൻ വിട്ടുപോയി, അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, 4 മുദ്രാവാക്യങ്ങൾ മാത്രമേ ഞങ്ങൾ അലോ ചെയ്യുന്നുള്ളൂ: ഭാരത് മാതാ കി ജയ്, ജയ് ഭീം, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക, ഇൻകുലാബ് സിന്ദാബാദ്. അവർ കൃത്യമായിട്ട് പറഞ്ഞതാണ്, അവർ ഒരു പ്രത്യേക നെറേറ്റീവ് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു, അതുകൊണ്ട് നെഗറ്റീവായിട്ടുള്ള ഒരു മുദ്രാവാക്യവും ഞങ്ങൾ അനുവദിക്കില്ല എന്ന് അവരുടെ ഒഫീഷ്യലായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞത്? അത് ഇവനെപ്പോലുള്ള വിവരദോഷികളായിട്ടുള്ള വ്ളോഗർമാരെ ഉദ്ദേശിച്ചിട്ടാണ്. ഏത്
ഭരണഘടന കത്തിച്ചു കളയണം. ഞാനൊരു സ്വപ്നം കണ്ടു എന്നാണ്, അതിന്റെ പേര് ഞാൻ വിട്ടു, എന്താ അനസോ, ഓക്കെ അനസ്. ഇഷ്ടം പോലെ ആളുകളാണ് ഇവനെയൊക്കെ കാണുന്നത്. ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം കണ്ടതാണല്ലോ രാത്രി എന്താണോ ചിന്തിച്ചത് അതാണല്ലോ സ്വപ്നത്തിൽ കാണുക. ആ സ്വപ്നം കണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കട പാർലമെന്റ് പീരങ്കി എടുത്തിട്ട് പാർലമെന്റ് കത്തിക്കുന്നു, മോദിയുടെ വായിൽ മൂത്രമൊഴിക്കുന്നു, മോദിയുടെ വായിൽ നിന്ന് രക്തം ഇങ്ങനെ ചിതറുന്നു, മറ്റേ ജനാധിപത്യത്തിന്റെ പുസ്തകം അല്ലെങ്കിൽ ഡെമോക്രസിയുടെ പുസ്തകം കോൺസ്റ്റിറ്റ്യൂഷൻ കത്തിച്ചു കളയുന്നു. എന്താ ഇയാൾ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ നേപ്പാളിൽ പോയിട്ട് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പ്രശ്നത്തിൽ പങ്കെടുത്തിട്ടുണ്ട്, ഒരുപാട് ചോര കണ്ട കൈയാണ്. ഫവാസ് നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായി, ഇവനെ പോലുള്ള വാണങ്ങളാണോ യഥാർത്ഥത്തിൽ സമരം നടത്തേണ്ടത്? അങ്ങനെ സമരം നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സമരം നീതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമരമാണ് എന്നുള്ളൊരു പ്രധാനപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. ഇവൻ തന്നെ അതിൽ പറയുന്നുണ്ട്, വലിയ ആൾക്കാർക്ക് കുട്ടികളും മറ്റു ആൾക്കാർ മറ്റു കാര്യങ്ങളൊക്കെ ചിന്തിക്കേണ്ടതല്ലോ, ഈ ജെൻസിക്ക് അങ്ങനെയൊന്നും ചിന്തിക്കേണ്ടതില്ലല്ലോ. എന്ത് വേണമെങ്കിലും കാണിക്കാലോ, വേണമെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ബോംബിടാലോ, അല്ലെങ്കിൽ വേണ്ടാത്ത എന്തെങ്കിലും കാണിക്കാലോ. അപ്പൊ ഇവനെ പോലുള്ള ആളുകളാണോ യഥാർത്ഥത്തിൽ സമരം നയിക്കേണ്ടത്? അങ്ങനെ നയിക്കുന്ന സമരം നീതിക്ക് വേണ്ടിയിട്ടുള്ള സമരമായിരിക്കുമോ അതോ വേണ്ടാത്തൊരു സമരമായിരിക്കും? ഇപ്പം ഈ ഓക്യാനാഷിന്റെ കാര്യം ബന്ധപ്പെട്ടും പൂർണ്ണമായിട്ട് ഞാൻ യോജിക്കുന്നില്ല. പൂർണ്ണമായിട്ടൊന്നല്ല, ആ പറഞ്ഞ വീഡിയോയിൽ കണ്ട ഒരു കാര്യത്തോടും യോജിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇത് യൂട്ടിലൈസ് ചെയ്ത് നമുക്ക് OKJP എന്നൊക്കെ പറഞ്ഞ ഓക്കെ ജനതാ പാർട്ടി എന്നൊക്കെ പറഞ്ഞ ഒരു പാർട്ടി ഉണ്ടാക്കാം എന്നുള്ളതും അത് കേരളത്തിൽ നടത്തിക്കുക എന്നുള്ളത്, ഞാൻ അതിൻ്റെ ഒരു കോർഡിനേറ്റർ ആവും, നിങ്ങൾ അതിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറി ആക്കും, തമാശ രൂപേണ സാരം പറഞ്ഞത്. പക്ഷെ ബാക്കി പല കാര്യങ്ങളും ഈ പറഞ്ഞ പോലെ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി വെച്ചൊരു ബുക്കൊക്കെ ഉണ്ടല്ലോ, നമുക്ക് ആ സാധനമൊക്കെ എടുത്ത് കത്തിക്കണം. അതൊരു ഭരണഘടനയെ കത്തിക്കണം, അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അതിലാണ് ഇപ്പൊ ഞാനും ഈ പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും നിലനിൽക്കുന്നത്. സാധനം പോലും നമ്മൾ പറയുന്നത് അതിൽ നിന്നുകൊണ്ടാണ്. അതെ, ആർട്ടിക്കിൾ 19 പ്രകാരം നമുക്ക് തരുന്ന ഈ ഫ്രീഡം ഓഫ് സ്പീച്ച് തരുന്നത് ഇതേ ഭരണഘടനയാണ്. അതിന്റെ മുകളിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്വാസം വായു പോലും അതാണ്. അപ്പൊ അതിനെതിരെ ഇത്തരത്തിൽ അതിരൂക്ഷമായി പറയുമ്പം എനിക്ക് തോന്നുന്നു ഓക്യാനാശിന് അത് ഡൽഹി യൂണിവേഴ്സിറ്റിയിലാണ് എനിക്ക് പഠിക്കുന്നത്, എന്തായാലും ഡൽഹിയിലാണ് പഠിക്കുന്നത്, കാരണം അടിക്കടി ട്രെയിനിൽ പോകുന്ന പല വ്ളോഗുകളും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം എന്തായാലും ഒരിക്കലും പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരാൾക്ക് അത്തരത്തില് ഭരണഘടനയൊക്കെ കത്തിക്കുന്നു പറയാൻ പറ്റില്ല. അല്ല, ഞാൻ പറഞ്ഞില്ലേ, നല്ല ശതമാനം യുവാക്കൾക്ക് രാഷ്ട്രീയം എന്താണെന്ന് അറിയില്ല. വെറുതെ വ്ളോഗിൽ കണ്ട സാധനം അവർക്ക് തോന്നിയതിടുന്നു. എന്താണ് ഭരണഘടന എന്നോ ഭരണഘടന അവർക്ക് എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളതോ, ഈ പറഞ്ഞ പോലെ ഈ മാർജിനലൈസ്ഡ് ആയ പീപ്പിൾസിന് വേണ്ടിയിട്ട് ഭരണഘടന ചെയ്യുന്ന പല കാര്യങ്ങൾ എന്താണെന്നുള്ളതും, അംബേദ്കർ ഇതിന്റെ മേലിൽ ഇട്ട എഫേർട്ട് എന്താണെന്നുള്ളതും, അംബേദ്കർ നേരിട്ട പ്രശ്നങ്ങൾ, അംബേദ്കർ ഈ പറഞ്ഞ പോലെ ഭരണഘടന ഉണ്ടാക്കാൻ നേരത്ത് കോൺഗ്രസിന് പോലും വലിയ തരത്തിൽ പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ IUML അടക്കം സപ്പോർട്ടോട് കൂടിയാണ് ഭരണഘടനാ കമ്മിറ്റിയിലോട്ട് അംബേദ്കർ എത്തുന്നത് പോലും. അപ്പോൾ ഇത്തരത്തിൽ അംബേദ്കർ വരെ നേരിട്ട പ്രശ്നങ്ങളും അതിൻ്റെയൊക്കെ ഒരു വിയർപ്പിന്റെയും അദ്ദേഹത്തിന്റെ അധ്വാനത്തിന്റെയും വില അറിയാത്തത് കൊണ്ടാണ് ഇത്തരത്തിലൊക്കെ പറയും. പിന്നെ പാർലമെന്റൊക്കെ കത്തിച്ച് കളയുന്നുള്ള, അവർക്ക് പീരങ്കി കൊണ്ടുപോയിട്ട് വെടിപൊട്ടിക്കുന്നുള്ളതും. ഇതിപ്പോ എല്ലാവരും ഇപ്പൊ മറ്റേ ഗെയിം ഉണ്ടല്ലോ, എന്ത് ഗെയിമായിരുന്നു, PUBG. എല്ലാവരും ഇതിലൊക്കെയാണല്ലോ, PUBGയിലും കാര്യങ്ങളിലൊക്കെയാണ്. അപ്പം സ്വാഭാവികമായിട്ടും എല്ലാത്തിനെയും വെടിവെച്ച് കൊല്ലുക എന്ന് പറയുന്ന ഒരു സാധനം അറിയാതെ ഉണ്ടായിട്ടുണ്ടാവും. നല്ലതായിട്ട് പക്വതക്കുറവ് ഈ പറഞ്ഞ പോലെ, അത് ഈ പറഞ്ഞ പോലെ ഇൻഫോർമേഷനും നോളജും രണ്ടും വ്യത്യാസമുണ്ട്. ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്റർനെറ്റും തപ്പിയെ കിട്ടും. പക്ഷെ നോളജ് എന്ന് പറഞ്ഞാൽ അത് ഈ പറഞ്ഞ പോലെ മാതാപിതാക്കളുടെ കയ്യിൽ നിന്നും അധ്യാപകരുടെ കയ്യിൽ നിന്നും സമൂഹത്തിന്റെ കയ്യിൽ നിന്നും സൊസൈറ്റിയുടെ കയ്യിൽ നിന്നും എല്ലാം പകർന്നു കിട്ടേണ്ട ഒരു സാധനമാണ്. അതിന്റെ ഒക്കെ ഒരു അഭാവം നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പം അവിടെ എന്നുള്ള കൃത്യമാണ്. ജേർണലിസ്റ്റുകൾ ആവേണ്ടത് അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തനം നടത്തേണ്ടവർ ഉത്തരവാദിത്തമുള്ള ആളുകളാണെന്ന് എല്ലാവരും പറയുന്നതാണ്. യഥാർത്ഥത്തിൽ ഇവനെ പോലുള്ള ആളുകൾ, വ്ളോഗർമാർ, ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ വെറും റീച്ചിന് വേണ്ടിയിട്ട്, വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് കുറേയധികം കാര്യങ്ങൾ വിളിച്ചു പറയുകയാണ്. എനിക്ക് തോന്നുന്നില്ല ഇവൻ ശുദ്ധബോധത്തോടു കൂടിയിട്ടാണ് ഈ കാര്യം വിളിച്ചു വന്നിരിക്കുന്നത്. ഇത്തരത്തിലുള്ള നെഗറ്റീവുകൾ കേൾക്കാനായിട്ട് കുറേയധികം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടെന്നേ. ഞാൻ പറയട്ടെ, ഇതിനിപ്പോൾ മറ്റൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ തൊപ്പി എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. തൊപ്പി പറഞ്ഞ പോലെ നടു റോഡിൽ ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ അതിൽ തെറിപ്പാട്ട് പാടും, പച്ചത്തെറി വിളിക്കുന്നു. അതിന് ഈ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലത്തെ ജൻസികളും യുവാക്കളെല്ലാം കൈയടിക്കുന്നു, ഒരുപാട് ഫോളോവേഴ്സിനെ കിട്ടുന്നു. അപ്പോൾ ഇത്തരത്തിൽ നെഗറ്റീവ് അല്ലെങ്കിൽ വിവരമില്ലായ്മ ഈ പറഞ്ഞ പോലെ നന്നായിട്ട് ഫോളോവേഴ്സിനെ കൂട്ടാൻ പറ്റുന്ന രീതിയിലാക്കുന്ന പല ബ്ലോഗേഴ്സും ഉണ്ട് എന്നുള്ളതാണ് ഇതിന് സത്യാവസ്ഥ. അതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരവാദികൾ നമ്മുടെ നാട്ടിലെ ജനം കൂടിയാണ്. അതെ, നമ്മളതിന് സപ്പോർട്ട് ചെയ്യുന്നു. രണ്ടാമത്തെ കാര്യം, ഗവൺമെന്റ് ഇതൊക്കെ കൃത്യമായി മോണിറ്റർ ചെയ്യണം. യൂട്യൂബ് ആർക്ക് എന്തും വിളിച്ച് പറയാവുന്ന രീതിയിൽ യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും വാട്സപ്പും FB ഒക്കെ മാറുന്നു എന്നുള്ള സാധനമാണ്. കാരണം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ആർക്കും TV വേണ്ട ആവശ്യമില്ല. TVയിലേക്കാൾ ആൾക്കാർ നോക്കുന്നത് ഇൻസ്റ്റാഗ്രാമും മൊബൈലൊക്കെയാണ്. ഇൻസ്റ്റാഗ്രാമിലേക്ക് എല്ലാ കാര്യം അപ്പോൾ അപ്ഡേറ്റ് ആകുന്നു, കൃത്യമായി വൈറലാകുന്നു. അതിൻ്റെ അൽഗോരിതം അറിഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റണം. ഇത്തരത്തിലുള്ള ആളുകളിലോട്ട് കാര്യങ്ങൾ എത്തിക്കാൻ ഇത്തരത്തിലുള്ള ആൾക്കാരുണ്ടാകുമ്പോൾ നന്നായിട്ട് കഴിയുന്നുള്ളത്. അപ്പം നല്ല ശതമാനം യുവാക്കളെ ഈ സാധനം ബാധിക്കും. അവർക്ക് ഈ ഭരണഘടന ഒരു വിലല്ലാണ്ടാകും എന്നുള്ളതൊക്കെ കൃത്യമാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നതിൽ ഗവൺമെന്റ് കുറച്ചുകൂടി കാര്യങ്ങൾ നോക്കണം. ഇതൊരു കൃത്യമായ നടപടിയിലോട്ട് ഗവൺമെന്റ് നീങ്ങേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ചില്ലറ കാര്യമില്ല അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും. ബാക്കി എല്ലാ കാര്യത്തിലും അദ്ദേഹം പ്രധാനമന്ത്രി വായിൽ മൂത്രം ഒഴിച്ചു അതൊന്നും ഞാൻ കേട്ടില്ല അവിടെ.
പക്ഷെ വീഡിയോകൾ വരുന്നുണ്ട്. ഇപ്പൊ പലരും അത്തരത്തിൽ മോദിയെ കൊല്ലണം എന്നൊക്കെ പറഞ്ഞിട്ട് അത് യഥാർത്ഥത്തില് ഈ സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആവശ്യമുണ്ടല്ലോ, ഡിമാൻഡിൽ നിന്ന് വ്യതിചലിക്കുകയാണല്ലോ ഇങ്ങനെയുള്ള സാധനങ്ങൾ വരുമ്പോൾ. ഇങ്ങനെയുള്ള സാധനങ്ങൾ പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് BJPക്ക് ഇതിന് ഉപയോഗിക്കാൻ പറ്റും. അപ്പം CJP നേതൃത്വമാണ് യഥാർത്ഥത്തിൽ ഇതിൽ ഇടപെട്ടിട്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമുക്ക് പറയാൻ പാടില്ല, ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ആവശ്യം ഉന്നയിക്കേണ്ടത്. അത് ചെയ്യാതിരിക്കുന്നത് വളരെ മോശപ്പെട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നിങ്ങളുടെ സമരത്തിന്റെ ലക്ഷ്യത്തെ തന്നെ പൊളിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് അറിഞ്ഞോ അറിയാതെയോ ആണ് ഇത്തരത്തിലുള്ള ആളുകൾ ചേക്കേറുന്നത്. എന്തായാലും ഒരു കാര്യം കൃത്യമാണ്, ഇത്തരത്തിൽ ഇങ്ങനെ തുറന്നു വിട്ട് കഴിഞ്ഞാൽ അത് വലിയ തരത്തിലുള്ള പ്രശ്നത്തിലൂടെ തന്നെ പോകും, രാജ്യത്തിലൂടെ പോകുക. കാരണം ഭരണഘടനയെ വില ഇല്ലാണ്ട്, കോടതിയെ, നീതിന്യായ പീഠത്തെ വില ഇല്ലാണ്ട് നമ്മൾ എങ്ങനെയാണ് ഒരു രാജ്യത്ത് മുമ്പോട്ട് പോവുക എന്നുള്ള വലിയ ചോദ്യത്തിന് മുമ്പിൽ കിടക്കുന്നുണ്ട്. ഹൈക്കോടതിയും ഭരണഘടനയും ഒരു വിലയില്ലാണ്ട് പാർലമെന്റ് ഈ പറഞ്ഞ പോലെ നമുക്ക് വേണ്ടി അമെൻമെന്റ് ലോസ് ഒക്കെ ഉണ്ടാക്കുന്ന പാർലമെന്റ് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് അവിടെ പീരങ്കി കൊണ്ട് വെടിപൊട്ടിക്കണം എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പക്വത കുറവ് നന്നായിട്ട് വീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എന്തായാലും കൃത്യമായ നടപടി പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാവണം. മറ്റൊരു കാര്യം, ഈ പറഞ്ഞ പോലെ പ്രധാനമന്ത്രിയുടെ വായിൽ മൂത്രം ഒഴിക്കണമെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തെ കൊല്ലണം അങ്ങനത്തെ കാര്യം ഞാൻ ആ വീഡിയോയിൽ കണ്ടില്ല. പക്ഷെ മറ്റു വീഡിയോയിൽ നീ കണ്ടു എന്നല്ല പറഞ്ഞത്. അപ്പം എന്തിരുന്നാൽ പോലും ഈ വിഷയം ബന്ധപ്പെട്ട് എനിക്ക് അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കണ്ടത് ഈ പറഞ്ഞ പോലെ കോൺസ്റ്റിറ്റ്യൂഷനെതിരെ അതിരൂക്ഷമായി പറയുന്നുണ്ട്, പാർലമെന്റിനെതിരെ പറയുന്നുണ്ട്, കോടതികൾക്കെതിരെ പറയുന്നുണ്ട്. അപ്പം ഈ കോടതിയും പാർലമെന്റും ഈ പറഞ്ഞ പോലെ മറ്റു കാര്യങ്ങൾക്കെല്ലാം അതിരൂക്ഷമായി പറയുമ്പോൾ, അത് ഒരു വിലയില്ലാണ്ട് പറയുമ്പോൾ കൃത്യമായിട്ട് നടപടി എടുക്കേണ്ട ഒന്ന് തന്നെയാണ്.